ഹലോ അസ്സലാമു ഇന്ന് ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ഞി മാതിരിയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ അപ്പമാണ്. കഴിക്കാൻ നല്ല രുചിയാണ്. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ കഴിക്കണ മാതിരിയൊന്നും അല്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. അതൊരു 1/4 കപ്പ് നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ചോറായാലും കുഴപ്പമില്ല. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. വെള്ളത്തിന് കണക്ക് ഞാൻ പറയണില്ല. അപ്പോൾ അതേ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ മാവ് ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒത്തിരി ലൂസാവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഹോൾസ് ഒന്നും വരില്ല. ചെറുതായിട്ട് നമുക്ക് ഹോൾസ് വരണം. അപ്പോഴാണ് കുറച്ച് ഒരു പഞ്ഞി മാതിരി നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക, ബേക്കിംഗ് സോഡ. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഇത് ചേർക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം. അപ്പം നമ്മൾ ദോശക്കല്ലിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇച്ചിരി മാത്രം മതി. കല്ല് നല്ല ചൂടുള്ളപ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കാനായിട്ട്. എന്നാലേ നന്നായിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൽ ഇതേപോലെ ചെറിയ ചെറിയ ഹോൾസൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഹോൾസൊക്കെ ഒന്ന് ഏകദേശം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും. നമുക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ അതിൻ്റെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല, ഒരു സൈഡ് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ അടുത്ത ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. നല്ല പഞ്ഞി മാതിരി ഇരിക്കണ ദോശയാണ്. ഇത് നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് നോൺ വെജിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു അപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.